ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവ പൈതലാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെയും നമ്മോട് ഷെയർ ചെയ്യാനായിട്ട് ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. എന്തുകൊണ്ട് മോനെ, സന്തോഷമായിരിക്കുന്നോ? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളും വഴികളും ഉണ്ടെന്ന് ആൻറ്റി മനസ്സിലാക്കുന്നു. അതൊക്കെ പ്രസ്താവിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ. അങ്ങയുടെ സാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. പ്രത്യേകാൽ പ്രിയ ജോഷുവായുമായി ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് പ്രിയ പൈതലിനെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഹല്ലേലൂയ നടത്തിപ്പും വിടുതലുമെല്ലാം ഈ രാത്രി കാലം ഞങ്ങളോട് സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തുമാറാകണമേ. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോയ്സ് ആൻറ്റിയോടൊപ്പം ജോയ്സ് ടിവി ഈ രാത്രി ദൈവവചനം പങ്കുവയ്ക്കുവാൻ, എൻ്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ കർത്താവ് ലഭ്യമാക്കിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ ബഹുമാനം വീഴ്ചയും സർവ്വബാലുവായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഇവിടെ അർപ്പിക്കപ്പെട്ടതുപോലെ എൻ്റെ പേര് ജോഷുവ രാജു. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരിയിൽ താമസിച്ചു വരുന്നു. എനിക്ക് മാതാപിതാക്കൾ, സഹോദരൻ, കുടുംബം, അതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. പിതാവ് ദീർഘനാളത്തെ പ്രവാസത്തിന് വിരാമം വിട്ട് ഭവനത്തിൽ വിശ്രമജീവിതം നയിക്കുന്നു. മാതാവ് അധ്യാപന ജീവിതത്തിന് വിരാമം വിട്ട് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഭവനത്തിലായിരിക്കുന്നു. സഹോദരൻ കുടുംബമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നടത്തുന്നു. ജീവിത അനുഭവങ്ങൾ ഒത്തിരി ഏറെ പങ്കുവയ്ക്കുവാനുണ്ടെങ്കിലും ദൈവവചനത്തിൽ നിന്ന് ആദ്യമായി ചില കാര്യങ്ങൾ എൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് അർപ്പിച്ച് ആയതുവഴി ദൈവജനത്തോടെ പ്രവേശിച്ച് എൻ്റെ വാക്കുകളെ വേഗത്തിൽ പരിമിതപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. തിരുവചനത്തിൽ നിന്ന് 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഞാനൊന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടും. ഒന്ന്, കഷ്ടതയുടെ തീച്ചുളയിലൂടെ യാത്ര ചെയ്ത അനുഗ്രഹീതനായ വ്യക്തിത്വം, തിരുവചനത്തിന്റെ പുരാതനത്വം ഏറെ പറയുവാനുള്ള പ്രിയ യോബിന്റെ ചരിത്രമാണ്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ യാത്ര ചെയ്തിട്ടും ഒത്തിരി സമ്മർദ്ദങ്ങളെ, പ്രതികൂലങ്ങളെ താൻ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടും യോബിന്റെ 5-6 ഗുണങ്ങളെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ആ 7 ഗുണങ്ങൾ ഞാൻ അക്കമിട്ട് എഴുതി പലപ്പോഴും മറ്റു പലരോടും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. ഒന്ന്, നമുക്കതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമല്ലോ. യോബ് നിഷ്കളങ്കൻ. ഊസ് ദേശത്ത് യോബ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവിടെ പ്രധാനമായി നമുക്ക് കാഴ്ചയിൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന നിലയിൽ 4 ഗുണങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചിട്ടയായ ക്രമത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു ഇയ്യോബെന്ന് നമുക്ക് 1-5 കാണുവാനായിട്ട് കഴിയും. തുടർന്നുള്ള വാക്യങ്ങളിൽ സാത്താനാൽ ഇയ്യോബ് പരീക്ഷിക്കപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ സമ്മർദ്ദങ്ങളിലും ഇയ്യോബ് പാപം ചെയ്തില്ല എന്നൊരു ഗുണം ഇയ്യോബിനുണ്ടായിരുന്നു. പ്രതികൂലങ്ങളേറെ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും പ്രശ്നങ്ങളിലെ തീച്ചൂളയെ താൻ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടും ഇയ്യോബ് അതിലൊന്നും പാപം ചെയ്തില്ല എന്ന് 1:22 ഇയ്യോബ് 1:22 നമുക്ക് 6-ാമത്തെ ഗുണം ഞാൻ നോട്ട് ചെയ്തത് അവിടെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. 7-ാമത്തെ കാര്യം, ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല. പിശാചിനാൽ താൻ പരീക്ഷിക്കപ്പെടുമ്പോഴും പിശാചിനെ ദൈവം അനുവദിച്ചിട്ടാണ് പിശാച് തന്നെ പരീക്ഷിക്കുന്നത്. എന്നാൽ അവിടെയും യോബ് ദൈവത്തിന്
ഭോഷത്വം ആരോപിച്ചില്ല എന്ന് ഓർപ്പിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. തുടർന്ന് ഭാര്യയുടെ തിരസ്കരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമായിട്ട് സ്നേഹിതന്മാരുടെ തിരസ്കരണം, മുഷിച്ചിലുകൾ, അവരാൽ ഉണ്ടാകുന്ന മുഷിച്ചിലുകൾ, ഭാര്യയായാലും ജീവിതത്തിന്റെ മേടുകളിൽ തക്ക തുണയായി നിൽക്കുവാൻ ദൈവം നൽകിക്കൊടുത്ത ഭാര്യയിൽ നിന്ന് തനിക്കുണ്ടാകുന്ന മുഷിച്ചിലുകൾ നാം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. പിന്നെ സ്നേഹിതന്മാരാൽ തനിക്കുണ്ടാകുന്ന മുഷിച്ചിലുകളെ, ഇവരൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാണെന്ന് യോബിന്റെ പുസ്തകം 16-ാം 2-ാം വാക്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അവിടെയൊക്കെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി സ്നേഹിതന്മാരും ഉറ്റ സ്നേഹിതയായി തന്നോട് ചേർന്ന് തന്നെ ആശ്വസിപ്പിക്കേണ്ട, തന്റെ സമ്മർദ്ദങ്ങളിലും സഹനങ്ങളിലും സന്തോഷങ്ങളിലും എല്ലാം തന്നോട് ചേർന്ന് നിൽക്കേണ്ട ഭാര്യയിൽ നിന്ന് പോലും തനിക്ക് മുഷി ഉണ്ടായപ്പോഴും ഇതിലൊന്നും പാപം ചെയ്യാതെ യോബ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാണുവാനായിട്ട് കഴിയും. കഷ്ടതയുടെ തീച്ചുളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യോബ് 14:1 യോബ് പറഞ്ഞൊരു വാക്കുണ്ട്: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. തന്റെ വേദനയുടെ തീച്ചുളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യോബിനത് പറയാതിരിക്കുവാൻ കഴിയില്ല. 10 മക്കൾ ഒന്നൊന്നായി തന്നിൽ നിന്ന് മാറ്റപ്പെടുന്നു. തനിക്ക് ലഭ്യമാക്കപ്പെട്ട നന്മകളെല്ലാം തന്നിൽ നിന്ന് മാറ്റപ്പെടുന്നു. ആ സാഹചര്യങ്ങൾ, താൻ വ്രണങ്ങളാൽ ബാധിതനാകുന്നു. ആ സാഹചര്യങ്ങളുടെ മുൻമുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യോബ് പ്രതികൂലങ്ങളെ കണ്ട് പതറിപ്പോകുമ്പോൾ പറയുകയാണ്: സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. എന്നാൽ പിന്നാലെ യോബിന്റെ ചരിത്രത്തെ നാം പഠിച്ചു വരുമ്പോൾ യോബിന് നഷ്ടമായത് എല്ലാം ദൈവം യോബിന് മടക്കി കൊടുത്ത് നാം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. യോബ് 14:1 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമെന്ന് യോബ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ 42:17 വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും യോബ് കഷ്ടസമ്പൂർണനായി തീരുകയല്ലായിരുന്നു, അല്പായുസുള്ളവനായി തീരുകയല്ലായിരുന്നു. 42:17 കാണുന്നത് യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ കഷ്ടതയിലൂടെ നമ്മെ കടത്തിവിടുന്നതിന്റെ ദൈവിക ഉദ്ദേശം നമ്മെ ചില പാഠങ്ങൾ നമുക്ക് നൽകി തന്നുകൊണ്ട് കർത്താവിന് കൊള്ളാകുന്ന, ഉപയുക്തമാകുന്ന ഒരു ഉപകരണമായി മാറേണ്ടതിന് വേണ്ടിയാണെന്ന് യോബിന്റെ ചരിത്രത്തിലൂടെയും എന്റെ ജീവിതാനുഭവങ്ങളിലൂടെയും ഉച്ചസ്ഥരം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ എനിക്ക് ഈ രാത്രിയിലും ഓർമ്മിപ്പിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വ്യക്തി ഹന്നയാണ്. പ്രാർത്ഥനാ മനുഷ്യയായിരുന്ന ഹന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ആലയം വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്നിരുന്ന, ആലയത്തിൽ വസിച്ച് കർത്താവിന്റെ സന്നിധിയിൽ തന്റെ വേദനകളെ പകർന്നുകൊണ്ടിരുന്ന ഹന്ന. അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും യോബിനെ സ്നേഹിതന്മാരും ഭാര്യയെ മുഷിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഹന്നയെ മുഷിപ്പിക്കുവാൻ 2 പേരുണ്ടായിരുന്നു. ഒന്ന് തന്റെ സഹോദരിയായ പെനീന, 2 ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ തന്റെ പുരോഹിതൻ ഏലി പുരോഹിതനിൽ നിന്ന് താൻ വ്യസനം അനുഭവിക്കുകയാണ്. സഹോദരി തന്റെ സഹോദരിക്കുള്ള മക്കളെ കൊണ്ട് ഹന്നയെ മുഷിപ്പിക്കുമ്പോൾ ഏലി പുരോഹിതൻ പറയുന്നു, ആലയത്തിൽ നിന്ന് തന്റെ വേദന നാവുകൊണ്ട് ഉച്ചത്തിൽ ഉറക്കെ ദൈവത്തോട് പറയുവാൻ കഴിയാതെ തന്റെ വ്യസന ഉള്ളിൽ അടക്കി പിടിച്ച് തന്റെ ചുണ്ടു മാത്രം അനക്കിക്കൊണ്ട് ദൈവത്തോട് തന്റെ വേദന പറയുന്ന ഹന്നയെ കണ്ടുകൊണ്ട് പുരോഹിതൻ, ആശ്വാസം നൽകി കൊടുക്കേണ്ട പുരോഹിതൻ പറയുകയാണ്: നീ വീഞ്ഞ് കുടിച്ചിരിക്കുന്നു, നീ വീഞ്ഞ് ഇറങ്ങട്ടെ, നീ ലഹരി പിടിച്ചിരിക്കുന്നു, വീഞ്ഞിറങ്ങട്ടെ എന്ന് പറയുന്നു കാണുവാനായിട്ട് കഴിയും. മനോവശനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്ന ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്ന തിരുവചന സദൃശവാക്യങ്ങൾ നമ്മെ അർപ്പിക്കുമ്പോൾ ഇവിടെ നല്ല വാക്ക് പറയുവാനോ സന്തോഷം നൽകുവാനോ ഹന്നയ്ക്ക് ആരുമില്ലായിരുന്നു. മനോവശനം ഹേതുവായി തന്റെ മനസ്സ് ഇടിഞ്ഞ് ദൈവത്തോട് തന്റെ വ്യവഹാരങ്ങളെ വാക്കുകൊണ്ട് ഉച്ചരിക്കുവാൻ കഴിയാത്ത ഞരക്കങ്ങളാൽ താൻ അർപ്പിക്കുമ്പോൾ ആ ഹന്നയുടെ വേദന അവിടെ തീർന്നു പോയില്ല. ആലയത്തിനകത്ത് കിടന്ന് ദിനംപ്രതി താൻ വേദനകളെ പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ലായിരുന്നു. എന്നാൽ അടുത്ത ഭാഗങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന 7 പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ദൈവത്തെ അറിയാതെ വഷളന്മാരായി നടക്കുന്ന പുരോഹിതന്റെ പുത്രന്മാരെ നാം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ആ വേദശകലങ്ങളൊന്നും ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല സമയത്തിന്റെ ദൗർലഭ്യം മൂലം. 2, മക്കളുടെ വഷളത്വത്തെ ശാസിക്കാത്ത പുരോഹിതനെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 3, യഹോവയുടെ വചനം ആ കാലത്ത് ദുർലഭമായിരുന്നു എന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 4, ദർശനം തീരെ ഇല്ലാതിരുന്ന, ദർശനം ഏറെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. 5, കണ്ണ് മങ്ങിത്തുടങ്ങിയ ഏലി പുരോഹിതൻ.
3 പ്രാവശ്യം ദൈവത്തിൽ നിന്ന് ശമൂവേലിനെ വിളിക്കുന്ന ദൈവശബ്ദം കേട്ടിട്ടും അത് ദൈവശബ്ദമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ശമൂവേൽ ബാലിന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാതെ പോയ ഒരു ഏലി പുരോഹിതനെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 6-ാമത്തെ കാര്യം, ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞിട്ടില്ല. 7-ാമത്തെ കാര്യം, യഹോവയുടെ വചനം ശമൂവേലിന് അന്നുവരെ വെളിപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യങ്ങൾ, ആ 7 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഈ ആലയം വിട്ട് പിരിയാതെ ദൈവസന്നിധി തന്റെ വ്യവഹാരത്തെ സമർപ്പിച്ച ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെട്ട മറുപടികളെ തുറന്നുള്ള ഭാഗങ്ങളിൽ നാം നമ്മെ തിരുവചനം ഓർപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ ഞാൻ ഓർപ്പിക്കാൻ വരുന്ന കാര്യം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ കടന്നു പോകുന്ന തിക്തമായ അനുഭവങ്ങൾ ഏത് തന്നെ ആയാലും പലപ്പോഴും നാം പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളെ നാം മറന്നു കളഞ്ഞേക്കാം, മറന്ന് നാം അതിനെ എഴുതി തള്ളിയേക്കാം. എന്നാൽ നാം പ്രാർത്ഥിക്കുന്ന വേദനയോടെ, മറ്റാരോടും തുറന്നു പറയുവാൻ കഴിയാത്ത നിലയിൽ വേദനയോടെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുന്ന വേദനകളെ കൃത്യമായിട്ട് കുറിച്ചിട്ടിട്ട് അതിന്റെ സമയമാകുമ്പോൾ, ദൈവം നിശ്ചയിച്ച സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി മറുപടികളെ, വിടുതലുകളെ നൽകി തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ഗുരുതരമായ 7 പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ദൈവം പ്രാർത്ഥനാ മനുഷ്യയായിരുന്ന ഹന്നയ്ക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു മകനെ നൽകി കൊടുത്തു. 1:11 ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഹന്ന ഒരു നേർച്ച നേർന്നത്, ഒരു തീരുമാന ദിവസം എടുത്ത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എനിക്കൊരു പുരുഷ സന്താനത്തെ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തോളാം എന്ന് ഒരു ദൃഢപ്രതിജ്ഞ, ഒരു ദൃഢമായ തീരുമാനം ഹന്നയ്ക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ഹന്നയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമായ മറുപടി, വിടുതലുകളെയാണ് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 7 ഗുരുതരമായ പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ ഹന്നയ്ക്ക് ദൈവം നൽകുന്ന മകൻ ശമൂവേൽ ബാലനിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ശ്ലാഘനീയമായ 7 പ്രത്യേകതകൾ ഉണ്ട്. ആയതിന് നിദാനമായി മാറിയത് ഒരു അമ്മയുടെ പ്രാർത്ഥനയാണ്, ദൃഢമായ ദൈവസന്നിധിയിലുള്ള തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ വേദനാജനകമായ തിക്തമായ ജീവിത സാഹചര്യങ്ങളുടെ യാത്ര ചെയ്യുന്നത് മൂലം നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭ്യമാകുന്നില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകും. പക്ഷേ ചില തിക്തമായ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മറ്റുള്ളവർക്ക് ഉപയുക്തമാകുന്ന, കർത്താവിനാൽ ഉപയുക്തമാകുന്ന, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഉടമസ്ഥന്റെ കാര്യങ്ങളിൽ ഉപയുക്തമാകുന്ന ഉപകരണമായി നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമ്മെ കേൾക്കുന്ന ഓരോരുത്തരും മാറേണ്ടതിന് വേണ്ടിയാണ്. ഉടമസ്ഥന്റെ കാര്യങ്ങളിൽ ഉപയുക്തമായി മാറുക, ഉടമസ്ഥന്റെ കാര്യങ്ങളിൽ ഉപയുക്തമാകുന്ന ഉപകരണം, വെറും ഒരു ഉപകരണമായി മാറുക. പലപ്പോഴും സ്വന്തം വിവേകവും സ്വയജ്ഞാനവും ഒക്കെ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഈ ഓർപ്പിക്കാറുള്ള കാര്യമുണ്ട്, എന്റെ കൃപയാണ് നിന്നെ നടത്തുന്നത്, എന്റെ ശക്തിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നത്. ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളെ നേരിടുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്താ ഇങ്ങനെയൊക്കെ, എന്തിനാ ഇങ്ങനെ ഈ ജീവിതത്തിൽ ഇങ്ങനെ പ്രതികൂലങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളെ മുമ്പിൽ കൊണ്ടുതരുന്നത്? അപ്പോഴൊക്കെ ദൈവത്തിന് പറയാനുള്ളത്, എന്റെ കൃപയിൽ ആശ്രയിച്ച് നീ യാത്ര ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. എന്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നിന്നെ എനിക്ക് ഉപയുക്തമാകുന്ന ഉപകരണമാക്കി ഒരു വ്യക്തിക്കല്ല അനേകർക്ക് ആശ്വാസമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവ് നമ്മെ കുറിച്ച് അനേകർക്ക് ആശ്വാസമായി മാറണമെന്ന് നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം വേദനാജനകമായ സാഹചര്യങ്ങളെ നാം നേരിടേണ്ടതായിട്ട് വരും. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, there is no living testimony without a painful test. വേദനാജനകമായ ഒരു ജീവിത സാഹചര്യം, ഒരു പരിശോധന ഇല്ലാതെ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്ന, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയില്ല. നമ്മെ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ, മറ്റുള്ളവർക്ക് ഉത്തേജനവും ധൈര്യവും പകർന്നു കൊടുക്കുവാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം. ദൈവത്തിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ ഉപയുക്ത
ഉപയുക്തമാകുന്ന ഉപകരണമായി മാറണം. ഉടമസ്ഥൻ ചിലപ്പോൾ കുശവന്റെ പാത്രത്തെ കുറിച്ച് നമുക്കറിയാം. കുശവൻ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ, തനിക്ക് ബോധിച്ചതുപോലെ പാത്രത്തെ തിരിച്ചും മറിച്ചുമൊക്കെ മെനയുവാൻ തനിക്ക് കഴിയും. അപ്പോ കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം തച്ചുടഞ്ഞ് പോവുകയല്ല. കുശവന്റെ കയ്യിലിരിക്കുന്ന പാത്രം തനിക്കിഷ്ടമുള്ള മാനപാത്രമാക്കി മാറ്റുകയാണ്. അപ്പോൾ ചില ഉടച്ചിലുകൾ, ചില വേദനകൾ, ചില സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട്, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ ഉടമസ്ഥന്റെ കയ്യിലിരിക്കുമ്പോൾ അത് തീർന്നു പോവുകയല്ല, അത് ഉടഞ്ഞു നശിച്ചു പോവുകയല്ല. മറിച്ച് നല്ലൊരു മാനപാത്രമായി, പുതിയൊരു പാത്രമായി, നല്ലൊരു പാത്രമായി, പഴയതിലും മറ്റുള്ളവർക്ക് ഉപയുക്തമാകുന്ന നല്ലൊരു പാത്രമായി ജീവിതത്തിൽ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു ഘട്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം, ആ വാക്കിൽ വളരെ അർത്ഥവ്യാപ്തിയുണ്ട്, വളരെ ദൈവിക വെളിപ്പാടുണ്ട്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. മാനുഷിക ആശ്വാസങ്ങൾ തീർന്നു പോകുന്നതാണ്, ഉതിർന്നു പോകുന്നതാണ്. എന്നാൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിന്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കുന്ന ആശ്വാസം ലഭ്യമാക്കപ്പെടുകയാണ്. അവിടെ ഹന്നയെ കുറിച്ച് ഓർപ്പിച്ചല്ലോ. മാനസികമായി ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കത്തക്ക നിലയിലുള്ള ചോദ്യങ്ങൾ ഹന്നയുടെ ഭർത്താവായ എൽക്കാന ഹന്നയോട് ചോദിക്കുന്നുണ്ട്. ഹന്നേ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്തിനാണ്? നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലേ എന്ന് ചോദിച്ച് ഹന്നയെ ആശ്വസിപ്പിക്കുന്ന ഒരു എൽക്കാനയെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ എൽക്കാനയുടെ വാക്കിന് ഹന്ന ആശ്വാസം കൈക്കൊണ്ടില്ല. ഹന്ന എൽക്കാനയുടെ വാക്കിനെ നിഷ്കരണം തിരസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, ഹന്നയുടെ വാക്ക്, എൽക്കാനയുടെ വാക്ക് കൈക്കൊണ്ടാൽ തന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടമായി പോകും. ദൈവത്തിലുള്ള ആശ്രയം ഇല്ലാതെയായി പോകും. മാനുഷിക ആശ്രയങ്ങൾ താൻ ആശ്രയിച്ചാൽ ആ മാനുഷിക ആശ്രയങ്ങൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നീർക്കുമിള പോലെ, വെള്ളത്തിൽ കുമിള പോലെ മാറിപ്പോകും. മനുഷ്യൻ ഇന്ന് ആശ്രയം നൽകാം എന്ന് പറഞ്ഞാൽ നാളെ അവന് ജീവൻ ഉണ്ടോ എന്നറിയത്തില്ല. നാളെ അവനെ കാണുമോ എന്നറിയത്തില്ല. നാളെ അവന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നാളെ അവന്റെ സ്വഭാവം മാറുമോ എന്നറിയത്തില്ല. ഹന്ന അവിടെ സ്വന്തം ഭർത്താവായ, തനിക്ക് ഏറെ ചാരുവാൻ സാധ്യതയുള്ള, താൻ ഏറെ ചാരുവാൻ ഇടയുള്ള തന്റെ ഭർത്താവിന്റെ ആശ്വാസ വാക്കുകൾ കൈക്കൊണ്ടില്ല. താൻ അവിടെ ആശ്വാസം കണ്ടില്ല. എന്നിട്ടോ ദൈവത്തിൽ നിന്ന് താൻ ആശ്വാസം പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് ആ പുരോഹിതനായ ഏലി പുരോഹിതൻ വീണ്ടും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഹന്നയോട് വാക്ക് പറയുന്നുണ്ട്, സമാധാനത്തോടെ പോവുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ അവിടുന്ന് നിനക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശമൂവേൽ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പിന്നെ ഹന്നയുടെ മുഖം വാടിയില്ല എന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചാൽ പിന്നെ മുഖം വാടുകയില്ല. പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുവാൻ, ആ അറയിൽ കടന്ന് വാതിലടയ്ക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള, പലപ്പോഴും പരസ്യത്തിലുള്ളവരോട്, കാണുന്നവരോട് കാര്യങ്ങൾ പറയുവാനാണ് നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള നമുക്കൊക്കെ താല്പര്യം. എന്നാൽ രഹസ്യത്തിൽ വാതിലടച്ചറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് കാര്യം പറയുന്നെങ്കിൽ ഏതോചിതം. ഹന്ന പ്രാർത്ഥിച്ചത് ആലയത്തിനകത്ത് രഹസ്യമായി തന്റെ ചുണ്ട് മാത്രം അനക്കിക്കൊണ്ടാണ് ദൈവത്തോട് തന്റെ വ്യവഹാരം സമർപ്പിച്ചതെങ്കിൽ തനിക്ക് ലഭ്യമാക്കപ്പെട്ട മറുപടി രഹസ്യത്തിലല്ലായിരുന്നു, ആലയത്തിനകത്ത് ലഭ്യമാക്കപ്പെട്ട മറുപടി അല്ലായിരുന്നു. മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേലിനെ ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. ഞാൻ അതിലേക്ക് കടന്നു വരട്ടെ. അവിടെ ഞാൻ പറഞ്ഞല്ലോ, 7 ഗുരുതരമായ പ്രശ്നങ്ങളുള്ള കാലഘട്ടത്തിൽ ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെട്ട മകൻ, ഒന്നാമത്തെ ശമൂവേലിന്റെ ഗുണം, യഹോവയ്ക്കും മനുഷ്യർക്കും ശമൂവേൽ പ്രീതിയുള്ളവനായി വളർന്നു ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും.
ഒരു ഭാഗത്ത് ദൈവത്തിന് പ്രീതിയുള്ളവനാണെങ്കിൽ മനുഷ്യർക്ക് പ്രീതി ഇല്ലാത്തവനായിട്ട്, ദൈവത്തിന് പ്രീതി എന്ന് പറയുമ്പോൾ സഭയിൽ കൂടി വരുന്നവരുടെ ഇടയിൽ പാസ്റ്റർമാരുടെ മുമ്പിൽ ഒക്കെ പ്രീതിയുള്ളവരായി മാറുന്നെങ്കിൽ മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് കൊള്ളാത്തവരായി മാറും. അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യർക്ക് പ്രീതിയില്ലാത്തവരായി മാറുന്ന തലമുറകളെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ശമൂവേലിന് പ്രാർത്ഥനാ മനുഷ്യയായിരുന്ന ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെട്ട ശമൂവേലിനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള ഒരു ശമൂവേലിനെ ദൈവ ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെടുവാനായിട്ടിടയായത്. രണ്ടാമത്തെ കാര്യം, പുരോഹിതന് മുമ്പാകെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശമൂവേൽ ബാലിനെ ഹന്നയ്ക്ക് പുരോഹിതനെ സമർപ്പിക്കപ്പെട്ടുകൊണ്ട്, പുരോഹിതന് മാത്രമല്ല ദൈവത്തിനും സമർപ്പിക്കപ്പെട്ടുകൊണ്ട്, സറണ്ടർ ആയിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശമൂവേൽ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം, ദൈവശബ്ദം കേൾക്കാത്ത, ദൈവ വഴി വിട്ട് യാത്ര ചെയ്യുന്ന പുരോഹിതന്റെ മക്കളുള്ള കാലഘട്ടത്തിൽ പ്രാർത്ഥനാ മനുഷ്യയായിരുന്ന ഹന്നയ്ക്ക് ലഭ്യമാക്കപ്പെട്ട മകൻ ദൈവശബ്ദം കേൾക്കുന്ന ഒരു ശമൂവേൽ ബാലൻ. നാലാമത്തെ കാര്യം, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് മുമ്പിലും പുരോഹിതന് മുമ്പിലും കീഴ്പ്പെട്ടുകൊണ്ട് ആ ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ, അടിയൻ ഇതാ എന്ന് പറയുവാനുള്ള ഒരു മനോഭാവമുള്ള, കീഴ്പ്പെടുവാനുള്ള, സമർപ്പിക്കപ്പെടുവാനുള്ള ഒരു മനോഭാവമുള്ള ഒരു ശമൂവേലിനെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അഞ്ചാമത്തെ കാര്യം, ഇതിലും ശ്രേഷ്ഠമാണ്, പുരോഹിതനായ ശമൂവേലിനെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ജനത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിക്കുന്നവനാണ് പുരോഹിതൻ. ആ നിലയിൽ ഹന്നയുടെ മകനായ ശമൂവേൽ ബാലിനെ നാം ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ബാലൻ എന്ന് പറയുമ്പോൾ പ്രായത്തിന് ദൈർഘ്യം വരുന്നുണ്ട്, പ്രായം വ്യത്യാസപ്പെടുന്നുണ്ട്. എങ്കിലും ആദ്യം പറഞ്ഞ ശമൂവേൽ ബാൽ എന്ന വാക്ക് തന്നെ ഞാൻ ഉപയോഗിച്ചത് എന്നുള്ളതേ ഉള്ളൂ. ആറാമത്തെ കാര്യം, പ്രവാചകനായ ശമൂവേൽ ദൈവത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് സങ്കോചം കൂടാതെ മനുഷ്യനത്തോട് അറിയിക്കുന്നവനാണ് പ്രവാചകൻ. അതാണ് ഞാൻ പറഞ്ഞത്, ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും യഹോവയ്ക്ക് വിശ്വസ്ത പ്രവാചകനായി, ജനത്തിന്റെ തെറ്റ് കണ്ടാൽ അത് തെറ്റ് എന്ന് പറയുന്ന, ജനത്തിന് ആശ്വാസം ലഭ്യമാക്കി കൊടുക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആശ്വാസം ലഭ്യമാക്കി കൊടുക്കുന്ന പ്രവാചകനായ ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏഴാമത്തെ കാര്യം, ന്യായാധിപനായ ശമൂവേൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിനിടയിൽ നിന്നുകൊണ്ട് തങ്ങൾക്കുള്ള ന്യായം നടത്തി കൊടുക്കുന്നവനാണ് ന്യായാധിപൻ. ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിനിടയിൽ നിന്നുകൊണ്ട് തങ്ങൾക്കുള്ള ന്യായം നടത്തി കൊടുക്കുന്നവനാണ് ന്യായാധിപൻ എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ ഏഴിന്റെ ന്യായാധിപനായ ഒരു ശമൂവേലിനെ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമ്പോൾ തന്നെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, 1:11 ഹന്ന ഒരു തീരുമാനമെടുത്തു, ഞാൻ ജീവപര്യന്തം ഒരു പുരുഷ സന്താനം നൽകിയാൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നാം എടുക്കുന്ന തീരുമാനവും നമ്മുടെ പ്രാർത്ഥനയും ഒന്നും വിഫലമല്ല. എവിടെയാണ് നമ്മുടെ ആശ്രയം എന്ന് മാത്രം നാം കുറിക്കൊണ്ടാൽ മതി. ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ വരുന്ന 146-ാം സങ്കീർത്തനത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. പിന്നെന്ത് വേണം? മനുഷ്യരിൽ ആശ്രയിക്കരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യമാണ് പറഞ്ഞത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ നിരൂപണങ്ങൾ നശിക്കുന്നു. പിന്നെന്ത് വേണം? യാക്കോബിന്റെ ദൈവസഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കി, അവിടുന്ന് എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. വിശ്വസ്തത കാക്കുന്നവനായ, ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെയും ഉണ്ടാക്കിയവനായ ദൈവത്തിൽ ആശ്രയം വയ്ക്കണം. തിരുവചനം നമ്മെ അസന്നിഗ്ധമായി ഓർപ്പിക്കുകയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളവനാണെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആശ്രയത്തെ ഒന്നുകൂടെ പുതുക്കി കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ ആദ്യ ഈ ദൈവവചനം എന്നോട് സംസാരിക്കുന്നതാണ്. ഞാൻ ഇതൊന്നും പറയുവാനായിട്ട് ക്രമീകരിച്ചതോ സംസാരിച്ചു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനനുസരണമായി സംസാരിച്ചതാണ്.
അതുകൊണ്ടാണ് ഇതാദ്യം എന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്, അതിനുശേഷമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആശ്രയം ഒന്നുകൂടി ദൈവസന്നിധിയിൽ പുതുക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ തീരുമാനം ദൈവസന്നിധിയിൽ പുതുക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, നിസ്സംശയം മാനുഷിക ചിന്തകൾക്ക് അതീതമായ നിലയിൽ നമുക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവർത്തികളെ നൽകുവാൻ വിശ്വസ്തനായ മതിയായവനായ ദൈവത്തെയാണ് ഈ രാത്രിയിലും ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. വെറും കേട്ടറിവിലും കണ്ടറിവിലും പ്രസംഗിച്ചാൽ പലപ്പോഴും അത് വാക്കുകളുടെ പ്രകടനമായി മാത്രം ഇരിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നാണ്. ജീവിതത്തിന്റെ തിക്തമായ മേടുകളിലൂടെ, കല്ലും മുള്ളും പൊള്ളുന്ന വെയിലുമുള്ള ജീവിത യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകുന്ന ആശ്വാസത്തെ പ്രാപിച്ചുകൊണ്ട്, ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മെ തകർക്കുവാനുള്ളതല്ല, തളർത്തുവാനുള്ളതല്ല, നമ്മെ അടുത്ത പാന്താവിലേക്ക് എത്തിക്കുവാനുള്ളതാണെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കിടയായി തീരണം. നമ്മുടെ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം, നമുക്ക് തിരസ്കരണങ്ങൾ പലരിൽ നിന്നും ഉണ്ടായേക്കാം. എന്നാൽ നാം വിശ്വസ്തമായി, അചഞ്ചലമായ വിശ്വാസത്തോടെ, വിശ്വസ്തമായി ദൈവസന്നിധിയിൽ നാം നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഓരോ മാനുഷിക അസാധ്യതകളും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് നിദാനമായി മാറുന്നെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി അവിടെ തന്റെ മുഴു മഹത്വത്തോടെ, ഞാൻ പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നാം മാനുഷിക അസാധ്യതകൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് നാം അതിനെ ഒരുക്കുന്നുവെങ്കിൽ, ആ സാഹചര്യത്തെ ഒരുക്കുന്നുവെങ്കിൽ, അവിടെ ദൈവം തന്റെ മുഴു മഹത്വത്തോടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വരും. അതുകൊണ്ട് മടുത്തു പോകാതെ, ഇടവിടാതെ, ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. മുമ്പേ ഞാൻ ഓർപ്പിക്കപ്പെട്ടതുപോലെ എന്റെ സാക്ഷ്യം പങ്കുവെക്കുകയാണെങ്കിൽ, വളരുന്ന കുഞ്ഞിന്റെ സ്പൈനൽ കോഡ് ശരിയായി വികസിപ്പിക്കുന്നതിൽ പരാജയം സംഭവിക്കുന്ന മെനിഞ്ചോസിൽ എന്ന രോഗത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അത് സർജറി ചെയ്തതിനു ശേഷമായിട്ട്, അതായത് എന്റെ പുറത്ത് ഒരു മുഴയുണ്ട്, ആ മെനിഞ്ചോസിലിന്റെ ഭാഗമായിട്ട് എന്റെ പുറത്തൊരു തക്കാളിപ്പഴം പോലെ പതുങ്ങുന്ന ഒരു മുഴയുണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ആ മുഴ സർജറി ചെയ്തതിനു ശേഷമായിട്ട് എന്റെ അരയ്ക്ക് താഴേക്ക് പാരലൈസ് ആകുവാനായിട്ട്, തളർന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ സർജറിയുടെ പരിണിത ഫലമായിട്ട് നട്ടലിൽ നിന്നുള്ള ഫ്ലൂയിഡ് തലച്ചോറിലേക്ക് പമ്പ് ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. തൽഫലമായിട്ട് മറ്റൊരു രോഗത്തിനോട്, മറ്റൊരു കണ്ടീഷനും കൂടി ഞാൻ ബാധിതനാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹൈഡ്രോസെഫാലസ് എന്നൊരു കണ്ടീഷനും കൂടി ഞാൻ ബാധിതനാകുവാനായിട്ട് ഇടയായിരുന്നു. ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞാൽ തല വളരുന്ന ഒരു രോഗമാണ്. 1.5 മാസം പ്രായമുള്ളപ്പോൾ ഈ ഫ്ലൂയിഡ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഷണ്ട് ചെയ്യുവാനായിട്ടിടയാ. ഷണ്ട് എന്ന് പറഞ്ഞാൽ തലയിൽ നിന്നും വെൻട്രിക്കിൾ വഴി വയറ്റിലേക്ക് ട്യൂബ് ഘടിപ്പിച്ച് ഫ്ലൂയിഡ് ട്രെയിൻ ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് ഷണ്ട്. എന്നാൽ 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ അനുഗ്രഹീതനായ ദേവദാസന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ തലയുടെ വളർച്ചയെ പൂർണ്ണമായി സൗഖ്യമാക്കുവാനായിട്ടിടയായിരുന്നു. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ട്യൂബ് ഇട്ടിരിക്കുമ്പോൾ തലയ്ക്ക് ഒരു വിധത്തിലെ ക്ഷതം പറ്റുവാൻ പാടില്ല, കട്ടിലിൽ കിടത്തുവാൻ പാടില്ല, എപ്പോഴും ഒരാളുടെ ശ്രദ്ധ കൂടെ ഉണ്ടായിരിക്കണമെന്നൊക്കെയാണ്. നല്ലൊരു ദിവസം ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് ഇവിടെയും ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം എൻ്റെ മാതാവും എൻ്റെ അമ്മച്ചിയും എൻ്റെ അരികിൽ നിന്ന് 2 ഇടത്തേക്ക് പോകുവാനായിട്ടിടയായിരുന്നു. തൽക്ഷണം അല്പസമയത്തിനുള്ളിൽ ഞാൻ എന്നെ കട്ടിൽ കിടത്തിട്ടാണ് അവർ പോയത്. കട്ടിൽ നിന്ന് ഞാൻ താഴെ വീഴുവാനായിട്ടിടയായിരുന്നു. അന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം അർദ്ധരാത്രി ആയപ്പോഴേക്കും എനിക്ക് ഫിക്സ് വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളും നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ നാം ചിലപ്പോൾ ചില തിക്തമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. എന്നാൽ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം, യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. പലപ്പോഴും നാം നമ്മെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തെറ്റാണ്
തെറ്റായി പോയെന്നും അത്രയ്ക്കും വേണ്ടായിരുന്നുവെന്നും പിന്നാലെ അതിനുശേഷമായിട്ട് നാം ചിന്തിക്കാറും പിന്നെ അതിനൊരു മാറ്റം വരുത്താൻ കഴിയാതെ വിഷമിക്കാറും ഉണ്ട്. എന്നാൽ തിരുവചനം നമ്മെ കുറിച്ച് ഓർപ്പിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയാണെന്ന്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങളുടെ വേദനാജനകമായ അന്തരീക്ഷങ്ങൾ ഇന്നവയാണെന്ന് എനിക്കറിയാം. അപ്പോഴും ഞാൻ നിങ്ങളെ അതിലൂടെ കടത്തിവിടുന്നത് എന്തിനാണെന്നും അതിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരുമെന്നുള്ള ബോധ്യം ഇന്നവയാണെന്ന് എനിക്ക് അറിയാം. അവ തിന്മയ്ക്കുള്ളവയല്ല, നന്മയ്ക്ക് അത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാടുന്ന തിരുവചനം നമ്മെ അസന്നിഗ്ധമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് യഹോവ നല്ലവനും, നഹൂം പ്രവചനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് അറിയുന്നു. അതേ പ്രിയരെ, നമ്മെ അറിയുന്ന, നമുക്ക് വേണ്ടി നന്മയ്ക്കുള്ള ഇന്നല്ല, ഇന്ന് നാം നോക്കുമ്പോൾ എല്ലാം തിന്മയാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ നാളുകളിൽ നമുക്ക് വേണ്ടി നന്മയ്ക്കുള്ള ശ്രേഷ്ഠകരമായ കരുതലുകളെ ഒരുക്കുന്ന ദൈവസന്നിധിയിലാണ് നാം ഈ രാത്രിയിലും ഈ സമയത്തും നാം ആയിരിക്കുന്നുള്ള ബോധ്യം നമ്മെ വിട്ടുമാറുവാൻ ഇടയാകരുത്. മറ്റുള്ളവർക്കുള്ളതിന് ആനുപാതികമോ അതിലധികമോ ആയ വേദനയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ, ഞാൻ പ്രാരംഭത്തിൽ പറയുന്നത് പോലെ, മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന, മറ്റുള്ളവർക്ക് ഉത്തേജനം പകരുന്ന, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം നമുക്ക് പങ്കുവയ്ക്കുവാൻ, ഒരു ദൈവവചനം നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, 23-ാം സങ്കീർത്തനം 4-ാം വാക്യം, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നത് വിശദമാക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 138-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടുന്ന് എന്നെ ജീവിപ്പിക്കും, അവിടുത്തെ വലങ്കൈ എന്നെ രക്ഷിക്കും, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതേ പ്രിയരെ, നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നൽകി തരുന്ന, നമ്മുടെ ചിന്തകൾക്ക് അതീതമായ നിലയിൽ, ശ്രേഷ്ഠമായ നിലയിൽ നമുക്ക് വേണ്ടി ലഭ്യമാക്കി തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, കട്ടിൽ നിന്ന് താഴെ വരുവാനായിട്ട് ഇടയായത്. ആ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും എനിക്ക് ഫിക്സ് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഫിക്സ് വന്ന സമയത്ത് കല്ലിശ്ശേരി ഞങ്ങൾക്ക് അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ് ഡോക്ടറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ ഫസ്റ്റ് എയ്ഡ് ഒക്കെ നൽകിയതിനു ശേഷം ഇങ്ങനെ മാതാപിതാക്കളെ അയക്കുമ്പോൾ പറഞ്ഞു, ആള് പോയി, ഇനി നിങ്ങളുടെ സംതൃപ്തിക്ക് വേണമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാം. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് മുന്നോട്ട് പോകുവാൻ, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ താല്പര്യപ്പെട്ടു. തിരുവല്ലയിലുള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അവർ യാത്ര ചെയ്തു. അവർ യാത്ര ചെയ്യുവാൻ അവരെ പ്രചോദിപ്പിച്ചതിന്, അവർക്ക് ധൈര്യം പകർന്നതിനൊരു കാരണമുണ്ട്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് 2 ആഴ്ച മുമ്പേ അനുഗ്രഹീതരായ ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഒരു ദൈവിക ദൂത് എന്റെ മാതാവിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. മരിക്കത്തക്ക രോഗങ്ങൾ മകന് ഉണ്ടാകും, എങ്കിലും മരിക്കില്ല, അവനെ കർത്താവിന് ഉപയോഗിക്കുവാൻ ഉണ്ട് എന്നൊരു ദൈവശബ്ദം പറയുവാനായിട്ട് ഇടയാകുന്നു. നമ്മെ പ്രശ്നങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ വേദനാജനകമായി നമുക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യം കൊണ്ട് കടത്തി വിടുമ്പോൾ, നമ്മെ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഉത്തേജന ഘടകം കൂടി ദൈവം നൽകുവാനായിട്ട് ഇടയായി തീരും. പരീക്ഷയോടുകൂടി പോക്കുവഴിയും നൽകുന്ന ദൈവത്തെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുമല്ലോ. അങ്ങനെ എന്റെ മാതാവിനോട് പറഞ്ഞ ദൈവശബ്ദം മൂലം മാനുഷിക ശബ്ദങ്ങളെ, വൈദ്യശാസ്ത്രത്തിന്റെ ശബ്ദത്തെ, ഡോക്ടറിന്റെ കുടുംബ സുഹൃത്തു കൂടിയായിരുന്ന ഡോക്ടറിന്റെ ശബ്ദത്തെ അവഗണിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടതിനനുസരണമായിട്ട് മുന്നോട്ട് ഗമിച്ചു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ കട്ടിലിൽ കൊണ്ട് കിടത്തിയ മാത്രയിൽ ഇവിടുന്ന് യാത്ര ചെയ്ത് പകുതി വഴിയൊക്കെ ആയപ്പോഴേക്കും തികച്ചും നിർജീവമായ, നിശ്ചലമായ ഒരു ശരീരവുമായിട്ട്, ഒരു മാംസപിണ്ഡവും
ശബ്ദവുമായിട്ട് എന്റെ മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ടവർ മുന്നോട്ട് ഗമിച്ചു എങ്കിലും ഹോസ്പിറ്റലിൽ എന്റെ ബെഡിൽ കൊണ്ട് കിടത്തിയ മാത്രയിൽ എന്റെ 2 കരങ്ങളും ചേർത്ത് അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ പ്രിയരെ, മാനുഷിക ശബ്ദങ്ങളെ കേട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കണ്ട് അറച്ചു നിൽക്കാതെ ദൈവശബ്ദം എന്താണോ നാം കേട്ടത് അതിനനുസരണമായിട്ട് സാഹചര്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് മാനുഷിക ശബ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് ഊന്നൽ കൊടുത്ത് മുന്നോട്ട് ഗമിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ ചെയ്യുവാൻ അവിടുന്ന് മതിയായവനാണ്, വിശ്വസ്തനാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കട്ടിൽ കൊടുക്കുന്നത് മാത്രമേ എന്റെ 2 കരങ്ങളും ചേർത്തടിച്ച് എന്റെ പ്രിയപ്പെട്ടവർക്ക് അത്ഭുതാപകമായ രീതിയിൽ കർത്താവ് അവിടെ പ്രവൃത്തികളെ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. മാസങ്ങൾ കടന്നുപോയി. ഇൻഫെക്ഷനായ ഈ ഷണ്ട് റിമൂവ് ചെയ്തതിനു ശേഷം പുതുതായി ഷണ്ട് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു സൈഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ അടുത്ത സൈഡിലേക്ക് മാറ്റി ഷണ്ട് ചെയ്യേണ്ടതാണ്. പിന്നെ റൈറ്റ് വെൻട്രിക്കിൾ വഴിയാണ് ആദ്യം ട്യൂബ് ഘടിപ്പിച്ചിരുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് മാറ്റിയിടണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. എന്നാൽ ആ നിർദ്ദേശം കേട്ട് ഷണ്ട് ചെയ്യാതെ എന്റെ മാതാപിതാക്കൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഒരു ദൈവദാസന്റെ പ്രാർത്ഥനയാൽ കർത്താവിൻ തലയുടെ വളർച്ചയെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞല്ലോ. ഈ ബോധ്യം ഞങ്ങൾക്ക് ലഭ്യമാക്കപ്പെടേണ്ടതിനായിരുന്നു ഞാൻ കട്ടിലിൽ നിന്ന് താഴെ വീണതും പിറ്റേ ദിവസം എനിക്ക് ഫിക്സ് വന്നതും സാഹചര്യങ്ങളുടെ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. അന്ന് ഞങ്ങൾക്കത് ബോധ്യമാക്കപ്പെട്ടില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വന്നപ്പോൾ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തിയെ ഞങ്ങളുടെ കണ്ണാൽ കാണുവാൻ, ബോധ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ട്യൂബ് ചെയ്യപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഈ ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ട്യൂബ് ഒരിക്കലും മാറ്റുവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം. ഒരു സൈഡ് ഇൻഫെക്ഷൻ ആകുമ്പോൾ അടുത്ത സൈഡ് ഇടണം. ഇങ്ങനെ മാറ്റി മാറ്റി ട്യൂബ് ഇട്ട് 20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മേലോകം പൂക്കുമെന്നാണ് ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ. അവര് പല കാര്യങ്ങളും നമ്മളോട് പറയുന്നത്, നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലും അവരുടെ കണ്ടറിവിലും അനുഭവത്തിന്റെ വെളിച്ചത്തിലും പഠനത്തിന്റെ മികവിലുമാണ്. അവർ പഠിച്ചത് എന്താണോ, അവർ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു വന്നത് എന്താണോ അത് നമ്മളോട് പറയുന്നു. അത് നമ്മുടെ നേരെ പ്രാക്ടീസ് ചെയ്യുന്നു. പലപ്പോഴും എന്റെ ജീവിതാനുഭവങ്ങളിൽ പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുന്നു, എന്നെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ്, നഴ്സസ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ കാണുന്നെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. അവർ പലപ്പോഴും നമ്മെ ഒരു പരീക്ഷണ വസ്തുവായിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വിടുതൽ കിട്ടിയാൽ, സൗഖ്യം കിട്ടിയാൽ, മാറ്റങ്ങൾ വന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ഒരു ഉറപ്പുമില്ല. നമ്മളെ കാണുമ്പോൾ നമുക്ക് കൈതരുന്നു, ചിരിക്കുന്നു, നമുക്ക് സൗഖ്യം എന്നൊക്കെ പറയുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ ഉറപ്പ് അവർക്ക് ലഭ്യമാക്കപ്പെടുന്നില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മനുഷ്യരാരുമല്ല, വൈദ്യശാസ്ത്രമല്ല, ദൈവമാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് നിർദ്ദേശം ആള് മേലോകം പോകും എന്നുള്ളതാണെങ്കിൽ ചില ദിവസങ്ങൾ മാത്രമേ ജീവിക്കൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെത്തിയ സ്ഥാനത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് 32 വയസ്സുണ്ട്. 20 വർഷം വരെ മാക്സിമം ആണ് ജീവിക്കുന്നത്. അപ്പോഴും ട്യൂബിടുന്ന പല സപ്പോർട്ടുകൾ ആവശ്യമാണ്. മെഡിസിന്റെ സപ്പോർട്ട് വേണം. മെഡിസിന്റെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ മാനസിക വൈകല്യങ്ങൾ, മെഡിസിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫിക്സ് വരാതിരിക്കാൻ കൂടിയാണ് മെഡിസിൻ എടുക്കുന്നത്. ഫിക്സ് വരാൻ സാധ്യതയുണ്ട്, ഫിക്സ് വരാതിരിക്കാൻ മെഡിസിൻ എടുക്കണം. മെഡിസിന്റെ സപ്പോർട്ട് ഉള്ളപ്പോൾ തന്നെ മെഡിസിന്റെ സൈഡ് എഫക്ട് മൂലം, പാർശ്വഫലങ്ങൾ മൂലം മാനസിക വൈകല്യങ്ങൾ പ്രകടമാക്കുവാൻ ഇടയുണ്ട്. എന്റെ മാതാപിതാക്കൾ പ്രാർത്ഥനയാലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്താലും ആശ്രയത്തിന്റെ വെളിച്ചത്തിലും ട്യൂബിനിടണ്ട, മെഡിസിനിന് എടുക്കണ്ട എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി അനവരതം അവിടെ തുടരുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ഞാൻ പാരമ്പര്യത്തിൽ പറഞ്ഞു വരുന്നത് പോലെ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് നാം വിധി എഴുതുവാനും നാം മാനസിക വാക്കുകളെ കേട്ട് ദൈവത്തെ വില കുറച്ച് കാണുവാനും തയ്യാറായാൽ നമുക്ക് ദൈവപ്രവൃത്തികളെ കാണുവാൻ കഴിയുകയില്ല. മറിച്ച് ദൈവശബ്ദം എന്താണ് നമ്മളോട് പറയുന്നത് അത് കേൾക്കുവാൻ, അത് കേട്ടിട്ട് അതിനനുസൃതമായിട്ട് ഗമിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അനവരതം ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ
മുന്നോട്ട് എന്റെ യാത്ര തുടർന്നു. ഈ മെഡിസിൻ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തപ്പോൾ ഡോക്ടേഴ്സ് എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശകാരിച്ചു. എന്റെ അങ്കിളിനെ വിളിച്ച് എന്റെ മാതാവിനോട് ചേർത്ത് നിർത്തി. എന്റെ പിതാവ് ഇവിടെ വിദേശത്തായിരുന്നു. ആ സമയത്ത് എന്റെ മാതാവിനെ വിളിച്ച് പടമൊക്കെ വരച്ച് കാണിച്ചിട്ട് മെഡിസിൻ എടുക്കാതിരുന്നാലുള്ള പാർശ്വഫലങ്ങളെ കുറിച്ച് ഒക്കെ ഓർപ്പിച്ചു. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഉറപ്പുള്ളതായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തതായതുകൊണ്ട് ട്യൂബിന് ഇടണ്ടാന്നുള്ള പൂർണ്ണ തീരുമാനത്തിലേക്ക്, മെഡിസിൻ എടുക്കണമെന്നുള്ള പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം സേവിക്കുന്ന ദൈവം സർവജ്ഞാനിയാകിയാലും ആദിയിൽ തന്നെ അന്തം കാണുവാൻ അവിടുത്തേക്ക് കഴിയുന്നതാകിയാലും അവിടുത്തെ ഉദ്ദേശം ഒന്നും അസാധ്യമാകാ ഇല്ല. പ്രിയപ്പെട്ടവരെ, അസ്ഥിയുടെ താഴ്വരയിലൂടെ നിൽക്കുന്ന എസ്കേലിനോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എസ്കേലിനോട് പറഞ്ഞ ഭാഗം നമുക്ക് ശ്രദ്ധേയമാണ്. എസ്കേൽ 37-ാം അധ്യായത്തിൽ യഹോവയായ കർത്താവേ അവിടുന്ന് അറിയുന്നു. മനുഷ്യപുത്രൻ പ്രവചിച്ചപ്പോൾ ദൈവശബ്ദത്തിന് അനുസരണമായിട്ട് തന്റെ പ്രവർത്തികളെ മുന്നോട്ട് നീക്കിയപ്പോൾ ഏറ്റവും ഉണങ്ങിയിരുന്ന അസ്ഥി ഏറ്റവും വലിയ സൈന്യമായി നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തുവാൻ, ദൈവശബ്ദത്തിന് വേണ്ടി നമ്മുടെ ഓർക്കുവാൻ നമുക്ക് കഴിയണം. ഇതിനിടയിൽ ഏകദേശം 25 വയസ്സ് വരെ ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിവിധ ആശുപത്രികളിൽ കേരളത്തിനകത്തും പുറത്തുമായിട്ട് അഭയം തരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ഒന്നും അസ്തമിച്ചു പോകുവാൻ, ജീവിതം ഇല്ലാതെയായി പോകുവാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവിന്റെ പ്രവൃത്തി അനവരതം തുടരുവാൻ ഇടയായി. അനേക ദൈവദാസിദാസന്മാരുടെ പ്രാർത്ഥനയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മുന്നോട്ട് അവിടേക്ക് ഞാൻ വരികയാണ്. മുന്നോട്ട് യാത്ര ചെയ്യവേ വിദ്യാഭ്യാസത്തെ കുറിച്ച് തെല്ലും ചിന്തയില്ലാതിരിക്കെ കല്ലിശ്ശേരിയിൽ തന്നെ ഞങ്ങളുടെ ദൈവസഭയിൽ തന്നെ കൂടി വരുന്ന പ്രിയപ്പെട്ടവരുടെ താല്പര്യപ്രകാരം, അവരുടെ നിർബന്ധപ്രകാരം LKG UKG പഠിക്കാതെ തന്നെ എനിക്ക് 1-ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള സാഹചര്യങ്ങളെ പ്രിയപ്പെട്ടവർ എനിക്ക് ലഭ്യമാക്കി തന്നു. അങ്ങനെ ഒരു കിടക്കയിൽ കിടന്ന, അതിനു മുൻപായി ഒരു കിടക്കയിൽ കിടക്കുകയാണ് എൻ്റെ പിതാവിന്റെ മാതാവിന്റെ വല്യമ്മച്ചി ഒരു ദൈവിക ഇടപെടലിനെ പ്രാപിക്കുവാനായിട്ട് ഞങ്ങളുടെ തിണ്ണയിൽ, ഞങ്ങളുടെ ഹാളിൽ ഒരു മാറ്റി വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ മാറ്റി കൊടുക്ക് അവൻ നടക്കട്ടെ എന്നൊരു ദൈവശബ്ദം, ഒരു ദൈവിക ഇടപെടൽ എൻ്റെ വല്യമ്മച്ചിക്ക് ഉണ്ടാകുവാനായിട്ടായിരുന്നു. ആ ശബ്ദത്തിന് എൻ്റെ വല്യമ്മച്ചി കാതോർത്തപ്പോൾ അതിനനുസരണമായിട്ട് ഞങ്ങളുടെ തറയിൽ കിടന്ന മാറ്റിയപ്പോൾ ഒരു കിടപ്പിൽ കിടന്ന ഞാൻ മുട്ടിലെഴുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ മുതൽ എൻ്റെ ജീവിതത്തിന്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോന്നായി ആരംഭിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കെ, എനിക്ക് മുകളിലത്തെ നിലയിൽ കയറിപ്പോവാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട്, കഴിയാത്തത് കൊണ്ട്, ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് എൻ്റെ സൗകര്യാർത്ഥ താഴ്ന്ന നിലയിലേക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ട് എൻ്റെ പഠനം അവിടെ ആരംഭിക്കുവാനായിട്ടിടയായത്. അങ്ങനെ 10-ാം ക്ലാസ് അവിടെ പൂർത്തീകരിച്ചു. ഇതിന്റെ ഇടയിൽ ഞാൻ കേട്ടൊരു ദൈവശബ്ദമുണ്ട്, ഉന്നത വിദ്യാഭ്യാസം ഞാൻ നിനക്ക് നൽകും. അന്ന് ഞങ്ങൾക്കത് അസാധ്യമായിരുന്നു, അപ്രാപ്യമായിരുന്നു. നടക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഞാൻ മുട്ടിൽ മാത്രമാണ് ഇപ്പോഴും പോകുന്നത്. എനിക്ക് മറ്റ് സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ പുറകാലെ പറയാൻ ഞാൻ അതിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഉന്നത വിദ്യാഭ്യാസം നിനക്ക് ഞാൻ നൽകും എന്നുള്ള ദൈവശബ്ദം കേട്ടു. ആ ദൈവശബ്ദം കേട്ടപ്പോൾ സാറാമ്മച്ചി തങ്ങൾക്ക് മക്കളെ ലഭ്യമാകുമെന്ന് വാർദ്ധക്യത്തിൽ ദൈവശബ്ദം കേട്ടപ്പോൾ ഉള്ളിൽ ചിരിച്ചതുപോലെ ഉള്ളിൽ ചിരിച്ചു എന്ന് എൻ്റെ മാതാവ് പലപ്പോഴും പറയാറുണ്ട്. കാരണം ഞങ്ങൾക്ക് അപ്രാപ്യമായ പരസഹായം കൂടാതെ ഒരു കാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടിക്ക് എങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ കഴിയും? ഞങ്ങളുടെ സഭയിൽ കൂടി വരുന്ന പ്രിയപ്പെട്ടവരായതുകൊണ്ടും അവരുടെ അതിയായ താല്പര്യം എന്നെ കുറിച്ച് ഉള്ളതുകൊണ്ടും എനിക്ക് പഠനത്തിലുള്ള സൗകര്യം ലഭ്യമാക്കി തന്നു. ഇനി തുടർന്നുള്ള കാലങ്ങളിൽ എങ്ങനെ പഠിക്കും? 10-ാം ക്ലാസ് കൊണ്ട് പഠനം പൂർത്തിയാക്കി. അന്നേ കാലത്ത് 10-ാം ക്ലാസ് ഒക്കെ പഠിച്ചാൽ ഒരു ജോലിയൊക്കെ എങ്ങനെയെങ്കിലും തരപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് 10-ാം ക്ലാസ് പഠിച്ച് വീട്ടിൽ ഇനിയും ജോലി എന്തെങ്കിലും നോക്കി കഴിയാമെന്നുള്ള താല്പര്യത്തോടെ ആയിരിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ലഭ്യമാക്കി തന്നു. പ്രാരംഭത്തിൽ ഞങ്ങളുടെ സഭയിൽ കൂടി വരുന്ന പ്രിയപ്പെട്ടവരാണ് പഠനത്തിൽ
പഠനത്തിലുള്ള സാഹചര്യങ്ങൾ സൗകര്യങ്ങൾ ലഭ്യമാക്കിയെങ്കിൽ രണ്ടാമത് ഞാൻ പഠിച്ചത് ഒരു സമുദായ സ്ഥാപനത്തിലാണ്. അതായത് കാത്തലിക് ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ്. തിരുവല്ലയിലുള്ള ഇരുവള്ളിപ്പുറയിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിയപ്പെട്ടവരും ഇതിനേക്കാൾ ഉപരിയായി സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുകയും അവിടെ എന്റെ സൗകര്യാർത്ഥം 2 ക്ലാസ്സുകളും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലുള്ള 2 ക്ലാസ്സുകളും താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുതന്ന് പഠനം വളരെ മനോഹരമായി പൂർത്തീകരിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അവിടെയും പഠനം അവസാനിപ്പിക്കാം. നാമൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര കണ്ടാലും നാമൊക്കെ അവിശ്വാസത്തിന്റെ ആളുകളാണല്ലോ, കൂട്ടാളികളാണല്ലോ. നമ്മുടെ പിതാവ് അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ പോലും പലപ്പോഴും നാം ഓരോരുത്തരും അവിശ്വാസികളായി തുടരുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അന്നോളം കണ്ടിട്ടും പിന്നെയും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള കാലങ്ങളെ ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ അതിനോട് തൊട്ടടുത്ത് തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അടുത്ത കോളേജിലേക്ക് അലോട്ട്മെന്റിനുള്ളത് നൽകി കൊടുക്കണമായിരുന്നു. എന്നാൽ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ചിന്തയോടുകൂടി മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊക്കെ അനുസരണമായിട്ട് സർട്ടിഫിക്കറ്റ് കോളേജിൽ യാത്ര ചെയ്യുവാനായിട്ട് കൊടുത്തു. താല്പര്യപ്രകാരം ഞാൻ +2 എടുത്തത് കൊമേഴ്സ് ആയിരുന്നതുകൊണ്ട് BCom ഡിഗ്രിക്കുള്ള പഠനത്തിനുള്ള ക്രമീകരണങ്ങളെ കൊടുക്കുവാൻ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുവാനായിട്ട് തക്ക സമയമായപ്പോൾ ചെങ്ങന്നൂരുള്ള ശ്രീനാരായണ കോളേജിൽ നിന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ എനിക്ക് പഠനത്തിലുള്ള കാര്യങ്ങളെ കർത്താവ് ലഭ്യമാക്കി തന്നു. അവിടെയും എനിക്ക് സൗകര്യാർത്ഥം 3 ക്ലാസ്സുകളും ആദ്യം മാനേജ്മെന്റ് പറഞ്ഞു ഇതൊരു കൊച്ചു കോളേജാണ്, താഴ്ന്ന ക്ലാസ് കൊണ്ടുവരാൻ കഴിയില്ല, നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ മകനെ മുകളിൽ കൊണ്ടുവന്നിരുത്തി പഠിപ്പിക്കുക. എന്നാൽ തക്ക സമയമായപ്പോൾ കർത്താവ് ആ ക്രമീകരണങ്ങളിൽ ദൈവിക കരം ചലിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് വേണ്ടിയുള്ള പഠനം അവിടെ 3 വർഷം അനുഗ്രഹിതമായ നിലയിൽ എന്റെ സൗകര്യാർത്ഥം ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് സൗകര്യമുള്ളപ്പോൾ ആരോഗ്യം അനുവദിക്കുമ്പോൾ വന്നാൽ മതി എന്നുള്ള ആ സ്നേഹത്തോടെ ആ വാത്സല്യത്തോടെ എന്റെ പഠനം 3 വർഷത്തോടെ പൂർത്തീകരിക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അതിനുശേഷം കമ്പ്യൂട്ടർ പഠനം നടത്തണമെന്ന് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ മുകളിലാണ് ഡിവൈസസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ മുകളിൽ നിലയിലേക്ക് എനിക്ക് കയറി പോകാനും പറ്റത്തില്ല, താഴ്ന്ന നിലയിലേക്ക് ഡിവൈസസ് കൊണ്ടുവരാനും പറ്റത്തില്ല. ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയോടുകയായിരുന്നു. ദൈവിക മുൻനിർണയ പ്രകാരം ഒരു സ്നേഹിതനെ എന്റെ ഭവനത്തെ നാം ചിന്തിച്ചാൽ യാദൃച്ഛികമെന്ന് തോന്നും. ഒരു സ്നേഹിതൻ എന്റെ ഭവനത്തിൽ യാദൃച്ഛികമായി വന്നു. യാദൃച്ഛികം എന്ന വാക്ക് ഞാൻ കട്ട് ചെയ്യുന്നു. ദൈവിക മുൻനിർണയ പ്രകാരം മറ്റൊരാവശ്യത്തിന് വേണ്ടി താൻ വന്നതാണ്. താൻ ഇങ്ങനെ സംസാരിച്ചു വന്നു, BCom വരെ പഠിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ തനിക്ക് ആവേശം, അതിശയം. അങ്ങനെ താൻ പറഞ്ഞു എൻ്റെ ഒരു സ്നേഹിതനുണ്ട് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് എടുക്കുന്നത്, അദ്ദേഹത്തിന് ചെങ്ങന്നൂർ ഒരു സ്ഥാപനമുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഇവിടെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന്. അങ്ങനെ എൻ്റെ ഭവനത്തിൽ വന്ന് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഒരു അധ്യാപകൻ കടന്നു വന്ന് എന്നെ പഠിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ലോകജ്ഞാനം, ലോകത്തിൽ ലഭ്യമാക്കപ്പെടുന്ന ജ്ഞാനം ലോകജ്ഞാനമല്ല, ഏറ്റവും വലുത് ദൈവിക ജ്ഞാനമാണ് തികഞ്ഞ ബോധ്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഞാൻ മുമ്പേ ഹന്നയുടെ കാര്യം ഓർപ്പിച്ചതുപോലെ തന്നെ ഒരു മകനെ നൽകുകയാണെങ്കിൽ ദൈവത്തിന് കൊടുത്തോളം ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭ്യമാക്കപ്പെട്ട മകനായിരുന്നു ഞാൻ. ഒരു മകനെ നൽകുകയാണെങ്കിൽ ദൈവത്തിന് അവനെ കൊടുത്തോളാം എന്നവര് തീരുമാനിച്ചത്, ദൈവത്തോട് തീരുമാനമെടുത്തതാണ്. എന്നാൽ ലഭ്യമാക്കപ്പെട്ടപ്പോൾ അംഗവൈകല്യമുള്ള അംഗഹീനനായ ഒരു മകനെയാണ് ലഭ്യമാക്കപ്പെട്ടത്. അവർ തളർന്നുപോയില്ല, പ്രാർത്ഥന നിർത്തിയില്ല. അവർക്ക് കൊണ്ടുപോകാവുന്ന ഇടങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭാകുടികളിൽ എടുത്തുകൊണ്ട് പോകാനും മറ്റുള്ളവരുടെ സഹായത്തോടെ കൊണ്ടുപോകാനും പറ്റുന്ന അത്രയും സമയങ്ങളിൽ എന്നെ കൊണ്ടുപോയിരുത്തുമ്പോഴെല്ലാം ദൈവശബ്ദ ദൈവദാസിദാസന്മാരോട് കേൾക്കുന്നത് കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്, കർത്താവിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇങ്ങനെ ദൈവശബ്ദം കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ എൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസം, ലോകത്തിൽ ലഭ്യമാക്കപ്പെടുന്ന ജ്ഞാനം ലോകജ്ഞാനമല്ല, പ്രത്യേക ദൈവിക ജ്ഞാനമാണ് തികഞ്ഞ ബോധ്യത്തിൽ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ, ദൈവനം പഠിക്കാനുള്ള സാഹചര്യങ്ങളെ അന്വേഷിച്ചു. എന്നാൽ ദൂരേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് പ്രാർത്ഥനയോടുണ്ടായിരുന്നപ്പോൾ ഫെയ്ത്ത് തിയോളജി സെമിനാർ, മണക്കാല ഫെയ്ത്ത് തിയോളജി സെമിനാരിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് 900 മീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥാപനത്തിൽ ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ സ്ഥാപനത്തിൽ 3 വർഷത്തെ ഡിഗ്രി തിയോളജിയിൽ 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. പഠനം
നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, തുടരുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സാഹചര്യങ്ങളെ നോക്കുകയല്ല, കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. ഈ കുഴികളിൽ വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശമായാലും അവിടെ വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ, ദൈവപ്രവൃത്തികളെ അയക്കുവാൻ അവിടത്തേക്ക് കഴിയുമെന്നുള്ളതിന് ഉദാത്തമായ മാതൃകയാണ്, ഉദാത്തമായ അനുഭവത്തിന്റെ ആശയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. കേവലം കണ്ടറിവിലുമല്ല, കേട്ടറിവിലുമല്ല, മാനുഷിക വാക്കുകളാലുമല്ല, മറിച്ച് ഓരോ ദിവസവും അനുഭവിച്ചറിയുന്ന, അല്ല ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ദൈവ ഇടപെടലുകളെയാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്റെ പഠനം മുന്നോട്ട് പോയി 3 വർഷത്തെ പഠനം പൂർത്തീകരിച്ചു. ഈ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അല്പമായ നിലയിൽ പരസ്യമൊക്കെ ചെയ്യുന്ന ആളാണ്. പൊതുവേദികളിൽ വിശാല വീതികളിൽ നിന്നുകൊണ്ട് ലോകരക്ഷകൻ, ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്, മറ്റൊരുത്തരെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തു എന്ന നാമമാണ്, നാമം മാത്രമാണ് എന്ന് ഉച്ചസ്ഥലം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പ്രസ്താവിക്കുവാൻ കഴിഞ്ഞ ആളുകളിലും കർത്താവ് എന്നെ ഇട നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ആ കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ചലിക്കുവാനായി പരിമിതികളുണ്ട്. ഒരിടത്തേക്ക് ഇരുത്തിയാൽ എനിക്ക് നിർബാധം ചലിക്കുന്നതിന് ഒത്തിരി, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഞാൻ മുട്ടിൽ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. ദൃശ്യമായത് അദൃശ്യമായും പലവിധ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കർത്താവിനെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ, ഞാൻ എന്നിലേക്ക് നോക്കിയാൽ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ നിസ്സഹായനാണ്, നിരാലംബനാണെന്നൊക്കെ എനിക്ക് തോന്നാം. എന്നാൽ എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഞാൻ എത്ര സൗഖ്യമുള്ളവനാണ്, എത്ര ദൈവകൃപാകർത്താവിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒരിടത്തേക്ക് ഇരുത്തി എനിക്ക് നിർബാധം ചലിക്കുവാൻ പരിമിതികളുണ്ട്. അവിടെ മാത്രം ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാനേ കഴിയും. നിരാശ എന്റെ മനസ്സിനെ മതിച്ച് എന്നൊരു കിടപ്പ് രോഗിയായി വരെ മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, എനിക്കൊരു വീൽ ചെയർ ഉണ്ട്. ഭവനത്തിനകത്ത് ഞാൻ ആ വീൽ ചെയർ ഉപയോഗിക്കുന്നു. ദീർഘദൂരം യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു സംവിധാനം വീൽ ചെയർ ഉണ്ട്, അതും കൊണ്ട് ഞാൻ യാത്ര ചെയ്യും. ഭവനത്തിനകത്ത് എൻ്റെ താൽക്കാലിക ആവശ്യങ്ങൾക്ക്, പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം ആ വീൽ ചെയർ എന്നെ സഹായിക്കും. അത് മതി എന്ന് വിചാരിച്ചിരുന്നാൽ എനിക്ക് അതിനിരിക്കുവാനേ മാത്രമേ കഴിയുള്ളൂ. മൂന്നാമതായിട്ട് എനിക്കൊരു 4-വീലർ സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിൽ സഞ്ചരിച്ചാൽ എൻ്റെ 10-20 കിലോമീറ്റർ ചുറ്റളവിൽ കടന്നുപോയി എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ, സന്തോഷിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ, മുമ്പേ പറഞ്ഞതുപോലെ യേശു മാത്രമാണ് ലോകരക്ഷകൻ, ഏകരക്ഷകൻ എന്ന് ഉച്ചസ്ഥലം പ്രസ്താവിക്കുവാനൊക്കെ കർത്താവ് എനിക്ക് ഇട നൽകും. അത് മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അവിടെ ഇരിക്കുവാൻ മാത്രമേ കഴിയൂ. നാലാമത്, എനിക്കൊരു കാറ് ദൈവം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സഹായത്തോടെ, ഈ പറഞ്ഞതിനൊന്നും എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ട, എന്നാൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി എനിക്ക് ദീർഘദൂരം യാത്ര ചെയ്യണമെങ്കിൽ ആ കാറിനെ സഹായിക്കും. ഈ 3-4 കാര്യങ്ങൾ മതി എന്ന് വിചാരിച്ചാൽ എനിക്ക് അത്രയ്ക്കുള്ള സാഹചര്യങ്ങളെ ആസ്വദിക്കുവാൻ കഴിയുള്ളൂ. എന്നാൽ അഞ്ചാമതായിട്ട്, എല്ലാറ്റിനുപരിയായി ആത്യന്തികമായിട്ട്, ദൈവം എന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ പര്യാപ്തമായി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, പ്രിയരെ, വെറും വാക്ക്, ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചില്ലെങ്കിൽ വെറും വാക്ക് പറയുവാനേ കഴിയുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഉത്തേജനമാകുകയില്ല, വാക്കുകൾ വെറും വാക്കായി മാറുകയുള്ളൂ. ദൈവത്തിന്റെ കൃപ, തന്റെ അളവറ്റ കൃപ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, പരിമിതികളില്ലാത്ത വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഉപാധികളില്ലാതെ വ്യാപരിക്കുന്ന ദൈവകൃപ എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ഇന്നും ദൃശ്യമായി പലവിധ ബുദ്ധിമുട്ടുകൾ എന്നെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ കർത്താവിനെ പ്രാപ്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഉടമസ്ഥന്റെ കാര്യങ്ങളിൽ ഉപയുക്തമാകുന്ന വെറും ഒരു ഉപകരണം മാത്രമാണ് ഉടമസ്ഥൻ ഉപയോഗിക്കുന്നു. അല്ലാതെ ഒന്നും പറയുവാനുള്ള മാനുഷികമായി എൻ്റെ പിതാക്കന്മാരോ എൻ്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരോ പ്രസംഗകരോ അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ നേടിയവരോ ഒന്നുമല്ല. കർത്താവ് ഉപയോഗിക്കുന്നു, നാവിനെ കർത്താവ് ചലിപ്പിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. മുമ്പേ പ്രാരംഭത്തിൽ ആന്റിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കലിശ്ശേരി IPC സഭയിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ട ദൈവമക്കളുടെ പിൻബലമാണ് ഇന്ന് എന്നെ ധൈര്യത്തോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കേവർക്കും നമ്മുടെ നാളുകളും നമ്മുടെ ഇല്ലായ്മകളുമാണ് പ്രശ്നം. ഞാൻ എന്നിലേക്ക് മുമ്പേ പറഞ്ഞതുപോലെ, എന്റെ പ്രശ്നങ്ങൾ വലുതാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല, നിരാലംബനാണ്, നിരാശനാണ്, നിസ്സഹായനാണ് എന്നൊക്കെ എനിക്ക് തോന്നും.
എന്നാൽ എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരിലേക്കും കണ്ണോടിക്കുമ്പോൾ ഞാൻ എത്ര സൗഖ്യമുള്ളവനാണ്, എത്ര സ്വതന്ത്രനാണ്, കർത്താവിനെ എത്ര അത്ഭുതകരമായി നടത്തുന്നുവെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് വിവിധ നിലകളിലുള്ള ശാരീരികവും മാനസികവുമായ നിരാശയിലും വൈകല്യങ്ങളിലും വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എ മാസ്റ്റർ. നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട്. ആര് നമുക്കുണ്ടെങ്കിലും അവർ ഇന്ന് കണ്ട് നാളെ മാറിപ്പോകും. എന്നാൽ നമ്മെ മാറിപ്പോകാത്ത, നമ്മെ ചേർത്ത് പിടിക്കുന്ന, മരണത്തിനപ്പുറം ഉള്ള നിത്യജീവനം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു ഉടമസ്ഥൻ നമുക്ക് ഉണ്ട്, ഒരു യജമാനൻ നമുക്ക് ഉണ്ട്. അതാണ് 139 സങ്കീർത്തനം, ദൈവത്തിന്റെ സർവജ്ഞാനത്തെ വിളിച്ചോതുന്ന സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നത്. ഭയങ്കരവും 14 വാക്യം, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന് ഓർപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അവിടുത്തെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നെന്ന് ഓർപ്പിക്കും. ഞാൻ പറഞ്ഞു, 1 we have a master. 2 we are the masterpiece in the mastermind of our master almighty. നമ്മുടെ സർവശക്തനായ സർവജ്ഞാനിയായ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു മാസ്റ്റർ പീസാണ്, അമൂല്യ സൃഷ്ടിയാണ് നാം ഓരോരുത്തരും എന്ന് അംഗീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ബോധ്യപ്പെടുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ കാര്യം, we have to acknowledge that God has a perfect master plan upon us. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു സമർത്ഥമായ ആസൂത്രിത പദ്ധതിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുവാൻ, ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം. 1 നമുക്കൊരു മാസ്റ്റർ ഉണ്ട്. 2 മാസ്റ്ററിന്റെ മാസ്റ്റർ മൈൻഡിൽ, സർവജ്ഞാനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു മാസ്റ്റർ പീസാണ്, അമൂല്യ സൃഷ്ടിയാണ് നാം ഓരോരുത്തരും. മൂന്നാമത്തെ കാര്യം, അമൂല്യ സൃഷ്ടിയെ കുറിച്ച് യജമാന്റെ തിരുഹൃദയത്തിൽ ഉരുത്തിരിയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, സമർത്ഥമായ ആസൂത്രിത പദ്ധതിയുണ്ട്. അതിനുവേണ്ടി അവസാനമായി നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആ സമ്പൂർണ്ണ സ്വർഗീയ മാസ്റ്റർ പ്ലാൻ, സമർത്ഥമായ ആസൂത്രിത പദ്ധതി നമ്മളിലൂടെ നിറവേറേണ്ടതിന് വേണ്ടി, അത് നമ്മുടെ സമയത്തല്ല, പലപ്പോഴും നമ്മുടെ സമയം, നാം സെറ്റ് ചെയ്യുന്ന സമയം ഒക്കെയാണ് നാം നോക്കിയിരിക്കുന്നത്. നമ്മുടെ സമയത്തല്ല, അവിടുത്തെ സമയത്ത് നമ്മളിവിടെ നിറവേറുവാൻ നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ മതിയായവനാണ്. പലവിധ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ്, പുതിയ നിയമസഭയ്ക്ക് 14 ലേഖനങ്ങൾ, 2 ലേഖനങ്ങൾ നൽകി കൊടുത്ത പൗലോസ് തന്റെ ജഡത്തിലെ ശൂലം നീങ്ങുവാൻ ദൈവത്തോട് 3 വട്ടം അപേക്ഷിച്ചതും ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. 3 വട്ടം അപേക്ഷിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമാക്കപ്പെട്ട മറുപടി, എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you, for my strength is made perfect in your weakness. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു പരിഭാഷയിൽ കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ദയയും എന്റെ പ്രീതി വാത്സല്യവും നിന്റെ എല്ലാ ആവശ്യത്തിനും മതിയായതായി, നിന്റെ പരിമിതമായ സാഹചര്യങ്ങൾക്ക് അതീതമായി, നിന്റെ സാഹചര്യങ്ങൾക്ക് ആവശ്യമായി അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ തന്നെ നിന്റെ പരിമിതമായ സാഹചര്യങ്ങൾക്ക് അതീതമായി അത് എല്ലായ്പ്പോഴും പ്രവർത്തനനിരതമാണ്. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ പര്യാപ്തവും ഫലപ്രദവുമായി തികഞ്ഞ് വരുന്നതാണ്. അതേ പ്രിയരെ, നമുക്ക് ഇന്ന് രോഗം വന്ന് സൗഖ്യമായാൽ നാളെ വീണ്ടും രോഗം വരും. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്താണ്? കൃപ എന്നത് അർഹതയില്ലാത്ത ദാനം. എന്താണ് കൃപ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിർവചനം? ഗ്രേസ് ഈസ് എവരിതിങ് ഫോർ നത്തിങ് ടു ദോസ് ഹു ഡോണ്ട് ഡിസർവ് എനിതിങ്. ഒന്നും അർഹിക്കാത്തവർക്ക് എല്ലാമായി ലഭ്യമാക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് രോഗം ഇന്ന് വന്ന് നാളെ വീണ്ടും വരും. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്ന് പറയുമ്പോൾ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ അവിടുത്തേക്ക് നമ്മോടുള്ള മഹാസ്നേഹത്തെ, ത്യാഗോജ്വലമായ നിസ്വാർത്ഥമായ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദൈവം നമ്മെ ഓർപ്പിക്കുമ്പോൾ, പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട, നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവ് പാപനിധനായ മനുഷ്യനെ, പാപമുള്ളവനായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ക്രൂശിൽ മരിച്ചുകൊണ്ട് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. പാപത്തിൽ നിന്ന് മോചനം ലഭ്യമാക്കപ്പെട്ട, ആ നിത്യജീവൻ കരഗതമാക്കപ്പെട്ട നമുക്ക് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ആ നിത്യജീവനെയും യേശു ക്രിസ്തുവിനെയും അറിയുവാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയുവാനുള്ളത്, അതേ പ്രിയരെ, ഞാൻ പാപിയാണ്, കർത്താവേ എന്റെ പാപത്തെ ക്ഷമിക്കണമേ. എന്റെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി അവിടുന്ന് എന്നെ ജീവിതത്തിന്റെ കർത്തൃത്വമായിട്ട് എടുക്കണമേ. അങ്ങയെ ഞാൻ എന്റെ
കർത്താവ് രക്ഷിതാവുമായി അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് താങ്കൾ ഏറ്റുപറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ജീവിതത്തിന്റെ സമസ്ത പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് താങ്കളെ വഴി നടത്തുവാൻ ഈ ലോകത്തിലുള്ള താൽക്കാലികമായ ജീവിതമല്ല, അതിനപ്പുറമായി നിത്യജീവൻ താങ്കൾക്ക് നൽകി തരുവാൻ പര്യാപ്തനായ സർവശക്തനായ ദൈവത്തെയാണ് ഈ പകലിൽ, ഈ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പറയുകയാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്നെ പൂർണ്ണമായി ആവരണം ചെയ്യേണ്ടതിന് വേണ്ടിയും എന്നിൽ വസിക്കുവാൻ വേണ്ടിയും ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിൽ കൂടുതൽ സന്തോഷത്തോടെ പ്രശംസിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ഉള്ളത് കൊണ്ട്, ക്രിസ്തുവിന്റെ ശക്തി എന്നെ പൂർണ്ണമായി ആവരണം ചെയ്യേണ്ടതിന് വേണ്ടി, എന്നിൽ വസിക്കേണ്ടതിന് വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയിൽ കൂടുതൽ സന്തോഷത്തോടെ പ്രശംസിക്കുന്നുവെന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാണ് സകലത്തിനും വലുത്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി. I can do all things through Christ which strengthens me. അങ്ങനെയെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും. വീണ്ടും പല കാര്യങ്ങൾ ഓർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാക്കുകളെ ഇവിടെ കട്ട് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. അതേ പ്രിയരെ, കർത്താവ് നമ്മെ വഴി നടത്തുന്നവനാണ്. മക്കൾ കേവലം നമ്മുടെ 70, 80, 90 വർഷത്തെ ജീവിതത്തിന് മാത്രമല്ല, അതിനപ്പുറമായി നിത്യജീവിതത്തിലും നമ്മെ കൊണ്ടെത്തിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെയാണ് ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് ഉച്ചസ്ഥരം ഘോഷിച്ചത്. അത് കേട്ടറിവിലും കണ്ടറിവിലുമല്ല, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. അതിന് മാറ്റം ഏറെയാണ്. ഒരു പ്രസംഗത്തെ മറ്റൊരു ഉജ്ജ്വല പ്രസംഗം കൊണ്ട് കണ്ണിക്കാം, ഒരു പ്രബന്ധത്തെ മറ്റ് ഗംഭീരമായ ഒരു പ്രബന്ധം കൊണ്ട് കണ്ണിക്കാം. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ, പച്ചയായ മനുഷ്യന്റെ അനുഭവങ്ങളെ ഏതൊന്നും കൊണ്ടും കണ്ണിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ അനുഭവിച്ചറിയുന്ന, തിക്തമായ വേദനകളിലും അനുഭവിച്ചറിയുന്ന കർത്താവിന്റെ ഇടപെടലുകളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർത്താവിൽ ഏതുകൊണ്ടും പൂർണ്ണമായി ആശ്രയിക്കാം, പറ്റിച്ചേർന്ന് നിൽക്കാം. നാം പറ്റി നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ സ്നേഹമുള്ള, ആർദ്രതയുള്ള, അമ്മയെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം അമ്മയുടെ സ്നേഹമാണെന്നാണ് നാം എല്ലാവരും പറയുന്നതും കേട്ടിട്ടുള്ളതും. എന്നാൽ അമ്മയുടെ സ്നേഹത്തെക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാൽ, താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് അമ്മ മറന്നാലും നമ്മെ മറക്കാത്ത സ്നേഹം, നമ്മെ ആർദ്ര കരുണയോടെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം പ്രാപിക്കുവാൻ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്കൂടെ വിരാമിടുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവദാസനെ കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപയാൽ കർത്താവ് ദൈവദാസനെ നിറയ്ക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി പിന്നെയും ആ ശരീരത്തിലും ആത്മാവിലും വ്യാപരിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സൗണ്ട് ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത്, മനോഹരമായ സമയത്ത് അവിടുത്തെ വചനം ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തോട് പങ്കുവെക്കുവാൻ നൽകിയ എല്ലാ കൃപകൾക്കുമായി നന്ദിയോടെ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. ഈ പകരപ്പെട്ട ദൈവത്തിന്റെ വചനം, അനുഭവ സംഭവങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഉപകാരമായി, ദൈവപ്രവൃത്തിക്ക് നിദാനമായി അവിടുത്തോട് ആഴമായ സ്നേഹവും ആഴമായ ആശ്രയവും പുതുക്കുന്നതിന് കാരണമായി ഭവിക്കപ്പെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾവിക്കാരായ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. വിവിധങ്ങളായ പ്രശ്നങ്ങളിലൂടെ, വേദനകളിലൂടെ, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും വിടുതലും സൗഖ്യവും ലഭ്യമാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ അല്പനേരത്തെ ദൈവവചന വിചിന്തനം കർത്താവേ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുവാനോടത്തേക്ക് പ്രസാദത്തിനായി സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. ജോയ്സ് ദേവിക്കായി സ്തോത്രം. പ്രവർത്തനങ്ങളെ അനുഗ്രഹമാക്കണേ. ജോയ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കണമേ കർത്താവ്. ഇവർക്ക് ആശ്വാസമാക്കി പ്രിയപ്പെട്ടവരെ ഉപയോഗിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ സഹായിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നേ കർത്താവേ.
ഈ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശു നാമത്തിൽ തന്നെ. ആമേൻ. 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 ജോഷുവ ബ്രദറെ കർത്താവ് സഹായിക്കട്ടെ.